വെൽക്കം ടു മൂവി ബ്രാൻഡ്. മോഹൻലാലിനെയും സുചിത്രയും പോലെ തന്നെ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരരാണ് അവരുടെ മക്കളായ പ്രണവും വിസ്മയയും. ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട്. മക്കളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒപ്പമാണ് താരദമ്പതിമാർ. പ്രണവ് സിനിമയിൽ എത്തിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒന്നും പ്രണവ് എത്താറില്ല. വിസ്മയയും അങ്ങനെ തന്നെയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വിസ്മയ എത്താറില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ ചിത്രങ്ങൾ പങ്കുവെച്ചെത്താറുണ്ട്. തായ്ലാന്റിൽ ആണ് വിസ്മയ. മലയാള സിനിമയുടെ നടന വിസ്മയം മോഹൻലാലിന്റെ പാത പിന്തുടർന്ന് മകൻ പ്രണവ് മോഹൻലാൽ സിനിമയിൽ എത്തിയെങ്കിലും തികച്ചും വേറിട്ട ലോകത്താണ് വിസ്മയ മോഹൻലാൽ ഉള്ളത്. എന്നാൽ ഇപ്പോഴിതാ മലയാളികളെ ഏറെ ആവേശത്തിലാഴ്ത്തുന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത്. പ്രണവിന് പിന്നാലെ വിസ്മയയും സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ 37ാമത്തെ ചിത്രത്തിൽ നായികയായിട്ടാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജൂഡ് ആന്റണി ജോസഫ് ആണ്. ജൂഡ് ആന്റണി തന്നെയാണ് ഈ വിവരം മലയാളികളെ അറിയിച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഇതൊരു നിയോഗമായി കാണുന്നു. എന്റെ ലാലേട്ടന്റെയും സുജി ചേച്ചിയുടെയും പ്രിയപ്പെട്ട മായയുടെ ആദ്യ സിനിമ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് ആ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷവും പ്രതീക്ഷയും. നിരാശപ്പെടുത്തില്ല ലാലേട്ട, ചേച്ചി. കൂടുതൽ അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു കുഞ്ഞു സിനിമ എന്നും എന്റെ മനസ്സ് പറയുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെ ആന്റണി ചേട്ടാ. ഇതൊരു ആന്റണി ജൂഡ് തുടക്കം ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പ്രിയ പ്രേക്ഷകർ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയോടെ എന്നാണ് ജൂഡ് കുറിച്ചത്. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിസ്മയയ്ക്ക് ആശംസകൾ. ലാലേട്ടന്റെ മകന്റെ പെർഫോമൻസ് കണ്ടു, ഇനി മകളുടെ പെർഫോമൻസ് കാണട്ടെ. 2018 കളക്ഷൻ ലാലേട്ടൻ തൂക്കിയപ്പോൾ ഏട്ടനെ വെച്ച് തന്നെ ഇത് തൂക്കുമെന്ന് പറഞ്ഞത് ഇത് കഴിഞ്ഞ് ഇതൊരു തുടക്കം. ആ തുടക്കം കേരളത്തിലെ ഏറ്റവും വിശ്വസ്തനായ സംവിധായകന്റെ കൈകളിൽ എത്തിയത് ദൈവനിശ്ചയം. ആശംസകൾ. തുടക്കം ഗംഭീരം. തുടക്കമാകട്ടെ. തുടരും കഴിഞ്ഞപ്പോ ദേ തുടക്കം. ഇത് വേറെ ലെവലാകും. സിനിമ നല്ലതാണെങ്കിൽ കാണും, മോശമാണെങ്കിൽ ക്യാഷ് വെറുതെ കളയില്ല. അതിന് മമ്മൂട്ടിയുടെ മകൾ സുറുമിയുടെ സിനിമയാണെങ്കിൽ പോലും ഇവിടെ മഴയായിട്ട് പണിയൊക്കെ മുടങ്ങി കിടക്കാണ്. അപ്പോഴാണ് സിനിമ നല്ലതാണെങ്കിൽ ക്യാഷ് കളയാം, അല്ലാതെ വെറുതെ ക്യാഷ് കളയില്ല എന്നായിരുന്നു മറ്റൊരു കമന്റ്. തുടരുമിന്റെ റെക്കോർഡ് ലാലേട്ടനെ വെച്ച് താങ്കൾ തൂക്കുമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ തുടക്കമാകട്ടെ. ഇത് മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായി ഒരു പുതുമുഖ നായികയുടെ പേരിൽ ഫാൻസ് ഷോസ് വെക്കുന്നത് കാണാം. തുടരും റെക്കോർഡ് തുടക്കം പൊട്ടിക്കാൻ സാധിക്കട്ടെ. സാധിച്ചില്ലേലും കുഴപ്പമില്ല, നല്ല സിനിമയായാൽ മതി. പോസ്റ്റർ കണ്ടിട്ട് ഒരു ക്രൈം ത്രില്ലർ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. ജൂഡിന് പണി അറിയാം എന്ന് തെളിയിച്ചതാണ്. നല്ലൊരു സിനിമയ്ക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നെല്ലാമാണ് കമന്റുകൾ വന്നിരിക്കുന്നത്. തുടക്കം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലൂടെ തന്റെ മായക്കുട്ടി അഭിനയത്തിലേക്ക് എത്തുന്ന സന്തോഷം മോഹൻലാലും പങ്കുവച്ചിരുന്നു. എന്റെ മായക്കുട്ടി തുടക്കം കുറിക്കുന്നു. പ്രിയപ്പെട്ട മായക്കുട്ടി, നിന്റെ തുടക്കം സിനിമയുമായുള്ള ആജീവനാന്ത പ്രണയത്തിന്റെ ആദ്യ ചുവടുവയ്പ് മാത്രമായിരിക്കട്ടെ എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. അതേസമയം എന്റെ പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളും ഒരു മികച്ച തുടക്കം നേരുന്നു എന്നാണ് ആന്റണി പെരുമ്പാവൂർ കുറിച്ചത്. അതേസമയം വിദേശത്താണ് വിസ്മയ പഠിച്ചതും ജീവിതം ചിലവഴിക്കുന്നതും. അച്ഛനെ പോലെ സകലകലാ വല്ലഭയായ വിസ്മയ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം ചിത്രരചനയും എഴുത്തും യാത്രകളുമാണ്. തന്റെ യാത്രാ വിശേഷങ്ങളും യാത്രയിൽ കാണുന്ന കാഴ്ചകളും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളായും ഫോട്ടോകളായും പങ്കുവെക്കാറുണ്ടെങ്കിലും വിസ്മയ സ്വന്തം ചിത്രങ്ങൾ അധികം പങ്കുവെക്കാറില്ല. അടുത്തിടെ വിസ്മയ പങ്കുവെച്ച ചിത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മുത്തശ്ശിയുമായുള്ള മുഖസാദൃശ്യത്തെ കുറിച്ചാണ് വിസ്മയ സംസാരിച്ചത്. മുഖത്തൊരു കണ്ണട വെച്ച് തലമുടി പിന്നിലേക്ക് ഒതുക്കി കെട്ടിയുള്ള ചിത്രം പങ്കുവെച്ച ശേഷമായിരുന്നു വിസ്മയയുടെ പ്രതികരണം. ഈ കണ്ണാടി കൂടി ആയപ്പോൾ എന്നെ കാണാൻ മുത്തശ്ശി പോലെയായി. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഈ ചിത്രം എന്നും വിസ്മയ പങ്കുവെച്ചത്. മുത്തശ്ശി ശാന്താകുമാരിയുടെ മുഖത്തേതുപോലൊരു കണ്ണട കൂടി ആയപ്പോൾ വിസ്മയ മോഹൻലാൽ അമ്മൂമ്മയുടെ അതേ പകർപ്പ് തന്നെ എന്ന് പറയാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്. അമ്മ സുചിത്രയുമായുള്ള സാദൃശ്യവും ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്ന, അതിനോട് ഇണങ്ങി ജീവിക്കുന്ന വ്യക്തി കൂടിയാണ് മായ. സർവോപരി എഴുത്തുകാരി എന്ന് പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാവില്ല. ഗ്രെയിൻസ് ഓഫ് സ്റ്റാൻഡസ്റ്റ് എന്ന പേരിൽ വിസ്മയ ഒരു കവിതാ സമാഹാരം എഴുതിയിരുന്നു. ഇംഗ്ലീഷിലെ പുസ്തകം നക്ഷത്ര ധൂളികകൾ എന്ന പേരിൽ മലയാളത്തിലുമുണ്ട്. നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയ തന്റെ പുസ്തകം പ്രകാശനം ചെയ്തത്. കോപ്പികളിൽ ഒരെണ്ണം കളിക്കൂട്ടുകാരൻ കൂടിയായ ചാലുചേട്ടൻ എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് തായ്ലൻഡിൽ പോയി മോയ്തായി ചെയ്ത് ശരീരഭാരം കുറച്ച വിശേഷവും വിസ്മയ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ പുസ്തകത്തിന് മോഹൻലാൽ എഴുതിയ ആമുഖവും ശ്രദ്ധേയമാണ്. എന്റെ ജീവിതത്തിലെ പരമപ്രധാനമായ നിമിഷം രചനയുടേതാണ്. എഴുതാനിരിക്കുമ്പോൾ ഞാൻ തീർത്തും ഏകാഗിയാണ് എന്നും പറയുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്. ലോക പ്രശസ്തനായ സ്പാനിഷ് എഴുത്തുകാരൻ എത്ര വാസ്തവം. വാക്കുകൾ ആദ്യം പിറന്നു വീഴുക മനസ്സിന്റെ ഭൂമികയിലാണ്.
തുടർന്ന് ഹൃദയത്തോടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ചിന്തകളെ സ്വാംശീകരിച്ചുകൊണ്ട് ശൂന്യമായ താളിന്മേൽ ജലപാതം കണക്ക് അവ വന്നു പതിക്കുന്നു. പ്രതിജ്ഞയുടെ ഉജ്ജ്വലമായ തിളക്കം ആ പ്രവാഹത്തെ പ്രകാശിപ്പിക്കുന്നു. ഏതോ വിദൂരമായ മൂലയിലിരിക്കുന്ന അജ്ഞാതനായ വായനക്കാരനെ അത് ചെന്ന് സ്പർശിക്കുന്നു. പ്രതിഭാധനരായ തിരക്കഥാകൃത്തുകളുടെ സൃഷ്ടികളിലൂടെ കടന്നുപോകെ എന്നിലെ അഭിനേതാവ് ഇതേ അപാരത വാക്കുകളുടെ വർണ്ണാതീതമായ കരുത്ത് അനുഭവിച്ചറിയാറുണ്ട്. സൃഷ്ടിയുടെ യാമങ്ങളിൽ ഏകാന്തചാരിയായ എഴുത്തുകാരൻ അനുഭവിക്കുന്നത് എന്തോ അതിനെ ഞാൻ സ്വാംശീകരിക്കുന്നു. എന്റേതായ കലാരൂപത്തിലൂടെ അതിനെ പുനരാവിഷ്കരിക്കുന്നു. ചിത്രകലയും ഏകാന്തമായ സബരിയ തന്നെയാണ്, കുറെ കൂടി സങ്കീർണമായ യത്നം. നിറങ്ങളും രൂപങ്ങളും ചിത്രകാരന്റെ വിരലിന് ചുവട്ടിൽ വെച്ച് പ്രണയബദ്ധരായി ഇഴുകിച്ചേരുമ്പോൾ ആസ്വാദകന്റെ ഉള്ളിലും ഊഷ്മള വികാരങ്ങളുടെ നിശബ്ദ സ്ഫോടനം സംഭവിക്കുന്നു. കലയുടെ പ്രതിബിംബ സ്വഭാവമാണിതിന് പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യ അനുഭവങ്ങളുടെ ദർപ്പണത്തിൽ നീ അപരൻ എന്നൊക്കെയുള്ള സാങ്കല്പിക അതിർവരമ്പുകൾ അലിഞ്ഞില്ലാതാകുന്നു. കവിത എന്ന അതിസൂക്ഷ്മമായ സാഹിത്യ ശാഖയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഞാൻ ആളല്ല. വ്യക്തിപരമായി കവിത എനിക്ക് എന്ത് എന്ന് മാത്രം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മതയും വാക്ചാതുര്യവും തമ്മിലുള്ള കമനീയമായ ഒരു മേളനമാണ് കവിത. വാക്കുകളുടെ നിഗൂഢമായ കരുത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ അഗാധമായ ധ്യാനം ആവശ്യമാണ്. വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് വികാരങ്ങളുടെ ഒരു വിസ്തൃത പ്രപഞ്ചം തീർക്കുന്ന മഹാകവികൾ. അതിനാലാണ് ആ വരികൾക്ക് ഇത്രമേൽ സാർവലൗകികമായ സ്വീകാര്യത. സമയത്തിന്റെയും സ്ഥലത്തിന്റെയും പരിമിതികളെ ഉല്ലംഘിക്കാൻ അവർക്ക് കഴിയുന്നതും അതുകൊണ്ട് തന്നെ. അത്തരം കവികളുടെ ഔന്നത്യമാർന്ന പ്രതിരൂപമാണ് പരമ്പരാഗത ജാപ്പനീസ് ഹൈക്കുവിന്റെ ഉപജ്ഞാതാവ് മൻസുവോ ബാഷോ. അദ്ദേഹത്തിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വരിയും ഐന്ദ്രികമായ ആഹ്ലാദാനുഭൂതിയാണ്. അവ യാത്രയാണ്. അതേസമയം ലക്ഷ്യസ്ഥാനവും യാത്ര എന്നത് വീട് തന്നെ. ബാഷോ പറയുന്നു എന്നാണ് മോഹൻലാൽ കുറിച്ചത്. പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതിയതല്ല, പലപ്പോഴായി എഴുതി വെച്ച കവിതകൾ ഒരു പുസ്തകമാക്കുകയായിരുന്നു എന്ന് ഒരു സഹയാത്രികയായ ബ്ലോഗർക്ക് നൽകിയ അഭിമുഖത്തിൽ വിസ്മയ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അത്രേ വിസ്മയ. അച്ഛന്റെ പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരില്ല എന്നുറപ്പുള്ള താരപുത്രിമാരിൽ ഒരാളാണ് വിസ്മയ മോഹൻലാൽ. എഴുത്തും വായനയും വരകളും യാത്രകളും മാർഷൽ ആർട്സും ക്ലേ ആർട്ടുകളും ഒക്കെയാണ് വിസ്മയയുടെ ഇഷ്ട വിനോദങ്ങൾ. സ്വന്തം ഫോട്ടോകൾ പങ്കുവെക്കുന്ന ചിത്രങ്ങളെക്കാൾ വിസ്മയെ കൂടുതലും പങ്കുവെക്കുന്നത് ഇത്തരം ഫോട്ടോകളും വീഡിയോകളും ഒക്കെയാണ്. കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു വിസ്മയയുടെ 33ാം പിറന്നാൾ. എമ്പുരാൻ റിലീസുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നുവെങ്കിലും സമയം കണ്ടെത്തി അർദ്ധരാത്രി തന്നെ മകൾക്ക് പിറന്നാൾ ആശംസിച്ചുള്ള കുറിപ്പ് മോഹൻലാൽ പങ്കുവച്ചിരുന്നു. ജന്മദിനാശംസകൾ മായക്കുട്ടി. ഓരോ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്ക് നീ എത്തട്ടെ മോളെ. നിന്റെ ജീവിതത്തിൽ സന്തോഷവും പുഞ്ചിരിയും നിറയട്ടെ. നിന്നെക്കുറിച്ച് ഞാൻ വളരെ അഭിമാനിക്കുന്നു. നിന്നെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു എന്നും മോഹൻലാൽ കുറിച്ചു. ഇത്തവണ വിസ്മയയുടെ പിറന്നാൾ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കപ്പെട്ടത്. പൊതുവെ മോഹൻലാലിന്റെ മക്കളുടെ ബർത്ത്ഡേ ആശംസക പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടും. എന്നല്ലാതെ സെലിബ്രേഷന്റെ ചിത്രങ്ങളോ ഫോട്ടോയോ ഒന്നും പുറത്തു വരാറില്ല. എന്നാൽ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളും ഫോട്ടോകളും വിസ്മയ തന്നെ ഇൻസ്റ്റഗ്രാം വഴി പങ്കുവിട്ടിരുന്നു.